ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വ്യത്യസ്ത രീതിയിൽ തയ്യാറാക്കിയെടുത്ത ഒരു സോയാബീൻ ഫ്രൈയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സോയാബീൻ ഫ്രൈ ആണിത്. നമുക്ക് കൊച്ചു കുട്ടികൾക്കൊക്കെ കൊടുത്താൽ അവർ ഇഷ്ടത്തോടു കൂടി പറക്കി പറക്കി കഴിക്കും. അത്രയ്ക്ക് ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഫ്രൈ ആണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ കുറച്ച് സോസ് പാനിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് സോയാബീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇതൊന്ന് 2 മിനിറ്റ് നേരം ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ സോയാബീനിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് നമുക്ക് ഇത് വാങ്ങി വയ്ക്കാം. അപ്പോൾ ആദ്യത്തെ ചൂടുവെള്ളം കളഞ്ഞിട്ട് കുറച്ച് പച്ചവെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഉലച്ചൊന്ന് 4-5 വെള്ളം ഒന്ന് കഴുകിയെടുക്കണവേ. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കഴുകിയെടുത്ത് ഒന്ന് പിഴിഞ്ഞെടുക്കാം. 3-4 വെള്ളം കഴുകി കളഞ്ഞതിന് ശേഷം ഇത് ലാസ്റ്റ് വെള്ളമാണ്. അപ്പോൾ ഈ വെള്ളത്തിൽ നമുക്ക് നന്നായിട്ട് ഈ സോയാബീൻ നന്നായിട്ട് കൈകൊണ്ട് തന്നെ പിഴിഞ്ഞെടുക്കാം. വെള്ളം ഒട്ടും തന്നെ കാണരുത് കേട്ടോ. ഈ സോയാബീൻ്റെ കറി ചിലർക്ക് അതിൻ്റെ സ്മെല്ല് ഇഷ്ടപ്പെടില്ല കേട്ടോ. അങ്ങനെയുള്ളവർ കഴിക്കില്ല. പക്ഷേ ഇതുപോലെ നമ്മൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് 2-3 വെള്ളം ഞെരടി കളഞ്ഞതിന് ശേഷം ലാസ്റ്റ് നമ്മൾ പിഴിഞ്ഞെടുത്തിട്ട് നമ്മൾ കറി വെച്ച് നോക്കൂ, ഒരു ടേസ്റ്റ് വ്യത്യാസവും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ കഴിക്കാത്തവരും കഴിച്ചു പോകും. അങ്ങനെയുള്ളൊരു റെസിപ്പിയാണ് ഞാനിവിടെ എടുക്കുന്നത്. അപ്പോൾ സോയാബീൻ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. പാൻ നന്നായിട്ട് ചൂടാകുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ ചെറുജീരകവും കൂടി ഇട്ട് പൊട്ടിക്കാവേ. അപ്പോൾ ചെറുജീരകവും കൂടി ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ചമണം കൂടി ഒന്ന് മാറി കിട്ടട്ടെ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായി കൊത്തിയരിഞ്ഞതാണ്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വഴറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാള ഒരുവിധം ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഈ സമയം 2 പച്ചമുളക് നെടുകെ കീറിയിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ പെരിഞ്ചീരകം പൊടിച്ചതും കൂടി. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാളയും മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് തിളപ്പിച്ച് കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ സോയാബീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ചെറിയ സോയാബീനാണ്. ഈ ചെറിയ സോയാബീൻ നല്ല ടേസ്റ്റാണ് കേട്ടോ കറി വെച്ചാൽ. സോയാബീൻ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് എല്ലാം കൂടി വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു ശകലം വെള്ളം ഒഴിച്ച് കൊടുക്കാൻ മതി കേട്ടോ. ഒരു 1/2 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സോയാബീൻ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. സോയാബീനിൽ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് ട്രൈ ആവട്ടെ. അതുവരെ ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ അത് 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ തുറന്നു. അപ്പോൾ സോയാബീൻ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല ഒരു ഉലർന്ന പഴവുമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കൂടെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ട് നല്ലൊരു ഫ്രൈയുടെ രൂപത്തിൽ കിട്ടണം കേട്ടോ. ഇപ്പോൾ നോക്കിയ ആ സോയാബീൻ്റെ മസാലയൊക്കെ നന്നായിട്ട് സോയാബീനുമായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് 1/4 ടീസ്പൂൺ ഗരം മസാലയും 1 പിടി മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. കുഞ്ഞു മക്കളൊക്കെ ഉള്ള വീട്ടിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി മക്കൾക്കൊക്കെ കൊടുക്കണം കേട്ടോ. കാരണം ഇത് പ്രോട്ടീൻ റിച്ചാണ്. പ്രോട്ടീൻ്റെ ഒരു കലവറയാണ് ഈ സോയാബീൻ എന്ന് പറയുന്നത്.
ഇത് നമ്മുടെ ഉച്ചയ്ക്ക് ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു ഡിഷാണേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. മക്കൾക്കൊക്കെ ഇതുപോലെ പാത്രത്തിലൊക്കെ ഇതുപോലെ കുറച്ച് ഇട്ട് കൊടുത്താൽ അവർ നടന്ന് നടന്ന് കഴിച്ചു കൊള്ളും. അത്രയ്ക്ക് ഗുണമുള്ള ഒന്നാണ്, പ്രോട്ടീൻ റിച്ച് ആണ്, പ്രോട്ടീൻ്റെ കലവറയാണ് ഈ സോയാബീൻ എന്ന് പറയുന്നത്. അപ്പോൾ കൊച്ചു മക്കൾക്കൊക്കെ കൂടെ കൂടെ ഇത് കൊടുക്കുന്നത് കൊണ്ട് നല്ലതാണ്. അപ്പോൾ നമ്മുടെ സോയാബീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റായിട്ട് നമ്മൾ ഒരു 4-5 ചെറിയ ഉള്ളി ഒന്ന് എണ്ണയിൽ ഒന്നിട്ട് വഴറ്റിയെടുത്തതാണ്. എന്നിട്ട് 2 വറ്റൽമുളകും കൂടി ഇട്ട് ഫ്രൈ ആക്കി എടുത്തതാണ്. അതും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ ഈ സോയാബീൻ ഫ്രൈക്ക്. അപ്പോൾ നമ്മുടെ സോയാബീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. മക്കൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തു നോക്കൂ. തീരെ എരിയൊന്നും ഇല്ലാത്തത് കൊണ്ട് അവർ വളരെ ഇഷ്ടത്തോടു കൂടി കഴിച്ചുകൊള്ളും. പിന്നെ കുട്ടികളുള്ള സ്ഥലത്ത് നന്നായിട്ട് എരിവ് കുറച്ചിട്ട് വേണം ഇത് തയ്യാറാക്കാൻ. പിന്നെ നമ്മൾ ടൊമാറ്റോ കച്ചപ്പൊക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട് ആ ചെറിയ എരിവും ചെറിയ പുളിപ്പും ഉപ്പും എല്ലാം കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ വലിയവർക്കായിരുന്നാലും കൂടെ കൂടെ ഇത് സ്പൂണിട്ടൊക്കെ കോരി കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു ഡിഷാണ്. പിന്നെ വൈകുന്നേരത്തെ ചൂട് ചായയുടെ ഒപ്പം കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നമ്മുടെ ചുണ്ടലൊക്കെ നമ്മൾ വേവിച്ചെടുത്തിട്ട് നമ്മൾ എണ്ണയിലിട്ട് ഇതുപോലെ എല്ലാം ചേർത്തിട്ട് വഴറ്റി നമ്മൾ കഴിക്കില്ലേ, അതുപോലെ തേങ്ങയൊക്കെ ഇട്ട് അതുപോലെയുള്ള ടേസ്റ്റാണ് കേട്ടോ ഇത്. കുറച്ച് തേങ്ങാക്കൊത്തും കൂടി മൂപ്പിച്ചിട്ടാൽ വളരെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് കോരി കഴിച്ച് നോക്കിയപ്പോൾ അപാര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കൂടെ കൂടെ നമുക്ക് സ്പൂണൊക്കെ ഇട്ടിട്ട് കോരി കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ളൊരു സോയാബീൻ ഫ്രൈ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ചൂട് പുട്ടിനോടൊപ്പവും ചൂട് ചോറിനോടൊപ്പമൊക്കെ നമുക്ക് സൈഡ് ഡിഷായിട്ട് വെച്ച് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. തുടർന്ന് അങ്ങോട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലുള്ള അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.